ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മുട്ട റോസ്റ്റാണ്. അപ്പോൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവർ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവാളയാണ്. അപ്പോൾ ഇത് 3 മുട്ടയ്ക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 2 വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയൊരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളിയേക്കാളും ഇഞ്ചിയാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാള ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാനിത് 3 മുട്ടയ്ക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് 2 വലിയ സവാള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മസാലയ്ക്ക് കൂടുതൽ സവാള ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഇപ്പോൾ മുളക് പൊടി അധികം എരിയില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ആ പച്ചമണമൊക്കെ പൊടിയുടെയൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടും. അപ്പം പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിക്കയാണ്. അപ്പോൾ ചിലർ തക്കാളിക്കൊന്നും ചേർക്കാറില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ തക്കാളിക്കൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ആ തക്കാളിക്കായും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ മസാലയും തക്കാളിക്കയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം തക്കാളിക്ക വെന്തെങ്കിലും നമ്മളൊന്ന് നന്നായിട്ട് ആ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഇപ്പം ഗ്രേവിയെല്ലാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മുട്ട റോസ്റ്റിന് വേണ്ടത്. അപ്പോൾ തക്കാളിക്കൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കണം. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് പിച്ചാത്തി വെച്ച് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ഇപ്പം ഞാൻ വരയാതെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ആ മസാല ചേർത്ത് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രേവി അങ്ങ് ഒത്തിരി ഡ്രൈ ആയി പോവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ മുട്ടയിലൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മുട്ട നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ നമുക്കിഷ്ടമുള്ള ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്